ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പം ഇന്നാണെങ്കിൽ ഗൈസ് നമ്മൾ രാവിലെ തന്നെ കുളിക്കാന്നൊക്കെ വിചാരിച്ചു ഗൈസ്. ഇന്നാണെങ്കിൽ ഗൈസ് നമുക്കാണെങ്കിൽ ബസ് ഡ്രൈവർ ഓട്ടവും കാളും ഉള്ളതുകൊണ്ടാണ് ഗൈസ് അപ്പം നമ്മൾ ഓടുന്നത്. അപ്പം നമുക്ക് ഇന്ന് കുളിക്കുന്നത്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് കുളിച്ച് കയറിയതിന് ശേഷം ഇച്ചിരി കാപ്പിയും കാണും കുടിക്കണം. നല്ല തണുപ്പത്ത് ഗൈസ് നല്ല കാപ്പിയും കാണും കുടിച്ചിട്ട് ഗൈസ് വേണം ബസ് ഡ്രൈവിങ്ങിന് പോവാൻ. ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമുക്ക് കാപ്പിയും കാളൊക്കെ കുടിക്കാം. അപ്പം നമുക്കാണെങ്കിൽ കാപ്പിയും കാളും കുടിച്ചതിന് ശേഷം ഗൈസ് നമുക്കൊന്ന് ഡ്രസ്സ് മാറണം. അപ്പം നമ്മൾ ഇടുന്ന ഡ്രസ്സൊക്കെ അറിയാമല്ലോ ഗൈസ്. ആ ഒരു പട്ടാളത്തിന് ഉടുപ്പ് പോലത്തെ ഡ്രസ്സാണ് ഗൈസ് നമ്മളെ ഈ ഓട്ടത്തിനുകളൊക്കെ പോകുമ്പം. അതാണ് ഗൈസ് ഇവിടുത്തെ ഉടുപ്പുകളും വരുന്നത്. ഇതുവരെയായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഗൈസ്. ഇന്ന് ഇതിനൊക്കെ അടിപൊളി വീഡിയോസ് വരണമെങ്കിൽ നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ബെൽബട്ടനുകളൊക്കെ അമർത്തി വെച്ചാൽ മതി ഗൈസ്. അപ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ നേരെ ഒരു കൊച്ചു ബാഗും കാളും ഇന്ന് എടുക്കണമെന്ന് അയാൾ പറഞ്ഞായിരുന്നു ഗൈസ്, നമ്മുടെ ബസ്സിൻ്റെ മുതലാളി. ബസ്സിൻ്റെ മുതലാളികളൊക്കെ പാവമാണ് ഗൈസ്, എന്നാലും ചെറിയൊരു ഇതുകളാണ്. എന്തായാലും ഗൈസ് നമ്മൾ അയാൾ പറഞ്ഞല്ലേ ഗൈസ്, എന്തായാലും എടുത്ത് വെച്ചേക്കാം ഗൈസ് ബാഗ്. അപ്പം ഇന്ന് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യവും പോകുന്ന വണ്ടിയിൽ തന്നെയാണ്, ബുള്ളറ്റിലാണ് ഗൈസ് പോകുന്നത്. അപ്പം ഇന്നാണെങ്കിൽ ഗൈസ് നമുക്കാണെങ്കിൽ ഇവിടെയൊക്കെ ഈ നാട്ടിലുകളൊക്കെ ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ പിള്ളേരെ കാണത്തുള്ളൂ ഗൈസ് പോവാൻ. അപ്പം ഇവിടെ ആയിട്ട് ഗൈസ് വണ്ടികൾ ഇരിക്കുന്നിടത്തോട്ട് നമുക്ക് കയറ്റി വെക്കാം. വരിയിൽ നമ്മൾ ബുള്ളറ്റുകളെ കൊണ്ടുവിടുകയാണെങ്കിൽ ഗൈസ് വേറെ വല്ല വണ്ടി നമ്മൾ ബുള്ളറ്റിൻ്റെ മേളിലേക്കൂടെ കയറ്റിക്കൊണ്ട് പോകും. ഇവിടെ അങ്ങനെയാണ് ഗൈസ്, ഇവിടെ കേസും ഒന്നും ഇല്ല ഗൈസ്, ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉള്ളതേ ഉള്ളു ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ ഇവിടെ വല്ലതും ഒതുക്കി വെച്ചേക്കാം. വെറുതെ എന്തിനാ ഗൈസ് അടിക്കുകളൊക്കെ പോകുന്നത് ഗൈസ്. നമ്മൾ ഗാന്ധിജിയുടെ പാതയിൽ ഗൈസ് നമുക്ക് നീങ്ങിയാൽ മതി ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് എൻ്റെ പൊന്നു KTM ഗൈസ്, എൻ്റെ പൊന്നു ഇത് ഏതൊരു ബൈക്കെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മുതലാളിയുടെ തന്നെ ഗൈസ്. അപ്പം നമുക്ക് തിരിച്ചാകുമ്പോൾ ഈ KTM എടുക്കാൻ നോക്കാം ഗൈസ്. മുതലാളി നൈസിന് ചോദിച്ചിട്ട് ഇവിടെ എത്ര ബസ്സുണ്ട് ഗൈസ്? എൻ്റെ മോനെ 9 ബസ്സുണ്ട് ഗൈസ്. ഇന്ന് നല്ല ഓട്ടോക്കാരാണ് കാണുമെന്ന് എനിക്ക് നല്ല രീതിക്ക് തോന്നുന്നുണ്ട്. ഇവിടുന്ന് കുറേ ബസ് ഇപ്പം സിറ്റിയിലോട്ട് ഓടാൻ ഇറങ്ങുന്നുണ്ട്. ഇവിടെ പരാതി കാണാൻ കൊടുത്തിട്ടുണ്ട്, നമ്മളെ ബസ് ഇങ്ങോട്ട് കാണാനൊക്കെ ഒതുക്കിയിടാം. ഇയാൾ ചേർത്ത് വെച്ചേക്കുന്നത് ഗൈസ് നമ്മളെ ബസ്സിൻ്റെ അടുത്തുകൊണ്ട്. ഇത് ഏതാണ് ഗൈസ്? ഇത് രാത്രി ഓടുന്ന ബസ്സാണ് കേട്ടോ ഗൈസ്, ഷിഫ്റ്റ് ആണ് ഗൈസ്. അത് ഏത് ഷിഫ്റ്റ് ആയാലും ഇങ്ങനെയൊക്കെ കാണിക്കാൻ കൊള്ളാവോ ഗൈസ്? എന്നാലും നമുക്കാണെങ്കിൽ ബസ്സുകളൊക്കെ ഇങ്ങോട്ട് നല്ല രീതിക്ക് ഒതുക്കിയിടാം ഗൈസ്. ഷിഫ്റ്റുകാരൻ കാണിച്ചത് പോട്ട് ഗൈസ്, അപ്പം നമ്മൾ നല്ല രീതിക്ക് കാണിക്കണ്ടേ ഗൈസ്. എൻ്റെ പൊന്നു ഇത് എത്ര ബസ്? 9 ബസ്. അടിപൊളി ഗൈസ്, നിരന്ന് കിടക്കുന്ന കാണുമ്പോൾ ഒരു അടിപൊളി ഗൈസ്, മൊഞ്ചുണ്ട് ഗൈസ്, നല്ല ലുക്കുണ്ട് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ പയ്യെ ഗൈസ് നമുക്ക് ഇറക്കാം ഗൈസ്. നമുക്ക് പോകേണ്ടല്ല ടൈമുകളും ആയിട്ടുണ്ട് ഗൈസ്. പകുതി പേരാണ്ട് കയറിയിട്ടുണ്ട് ഗൈസ്, 5 പേരാണ്ട് ഒപ്പം കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. 5 പേരെങ്കിൽ 5 പേര് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങാം ഗൈസ്. നമുക്ക് പയ്യെ ചവിട്ടി ഇറക്കാം. എവിടെയെങ്കിലും ചെന്ന് ഒട്ടിയിരിക്കുകയാണെങ്കിൽ ഗൈസ് ഇവിടെ ഒന്നാമതാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഫയർ ഫോഴ്സ് ഒന്നും ഇല്ല ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് ഇവിടെ ക്രെയിനുകളൊക്കെ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ എന്താണെന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. എയർപോർട്ടിലോട്ട് 5 പേരിക്കാണ്ട് ഇറങ്ങാനുണ്ട് കേട്ടോ ഗൈസ്. അതുകൊണ്ട് നമുക്ക് എയർപോർട്ടിലാണ് പോവാം. അപ്പം നൈസിന് ഗൈസ് നമുക്ക് പോവാം ഗൈസ്. അപ്പം നമുക്ക് പയ്യെ പോവാം ഗൈസ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സിൻ്റെ പേരെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള യൂട്യൂബർ ഫാൻ ആരാന്ന് നമുക്ക് നോക്കാമല്ലോ ഗൈസ്. അപ്പം നമുക്ക് നേരെ ഗൈസ് നമ്മളെ എയർപോർട്ടിലാണ് പോവാം. എൻ്റെ മോനെ പച്ച ലംബോർഗിനി ഗൈസ്. ലംബോർഗിനി നമ്മളെ ഇല്ലല്ലോ ഗൈസ്. പറയുമ്പോൾ നമ്മുടെ ഷോറൂമിലുള്ള ലംബോർഗിനി ഒന്നും ഇല്ല ഗൈസ്. പോർഷ അതിനകത്തുള്ള വണ്ടിയിലല്ലേ ഉള്ളൂ ഗൈസ്. ബുഗാട്ടി പോർഷ അതിനകത്ത് വണ്ടി ഉള്ളൂ, നമ്മളെ ലംബോർഗിനി ഒന്നും ഇല്ലല്ലോ ഗൈസ്. എന്തായാലും ഗൈസ് ഒരു ദിവസം ഞാൻ ലംബോർഗിനി കാണും ഇവിടെ എന്തെങ്കിലും അടിച്ച് മാറ്റുന്നതായിരിക്കും. എന്തായാലും ഗൈസ് ഇനി എയർപോർട്ടിൽ ആൾക്കാരെയൊക്കെ ഇറക്കിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഗൈസ് എയർപോർട്ടിലാണ് ആൾക്കാർ ഇറക്കി കഴിഞ്ഞു ഗൈസ്. പിന്നെ തിരിച്ച് ഇതിലെ തന്നെ വന്ന് ഇവിടെ നിർത്തിയിട്ടിരുന്നു. ഇവിടെ 5-6 പേർക്ക് കയറാൻ ഉണ്ടായിരുന്നു ഗൈസ്. ഇല്ല ചേച്ചി വണ്ടിക്കകത്ത് കയറാനല്ലേ ഗൈസ്. ഈ ചേച്ചിയെന്ന് കയറ്റിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ചേച്ചിയും കയറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പം ചേച്ചിയും ഇപ്പോൾ മൊത്തത്തിൽ 17 പേരാണ്ട് ഉണ്ട് ഗൈസ് നമ്മളെ ബസ്സിൽ. ഞാൻ എഴുതി കാണിക്കും ഗൈസ്. ഇതിന് കണ്ടക്ടറൊന്നുമില്ല. ഇതിന് കയറുന്നതിന് മുമ്പ് ഇവിടെ ഒരു പാസ് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എണ്ണം നമ്മളെ സ്ക്രീനിലും കാണിക്കുന്നതായിരിക്കും. അതാണ് ഗൈസ് ഇവിടുത്തെ ബസ്സിൻ്റെയൊക്കെ പ്രത്യേകത, അതാണ്. അപ്പം നമ്മൾ എൻ്റെ പൊന്നെ ഒരു പോസ്റ്റ് അടിച്ചെടുത്തോണ്ട് പോകുന്നു ഗൈസ്. പണ്ടത്തെ KSRTC ഡ്രൈവർ, എൻ്റെ പൊന്നെ പണ്ടത്തെ KSRTC ഡ്രൈവറല്ലേ ഗൈസ്, അതല്ലേ പ്രൊഫഷണലാണ് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ എങ്ങോട്ടാന്ന് വെച്ചാൽ നമുക്ക് നീ ഗ്രാമം വഴിയാണ് ഗൈസ് പോകേണ്ടുള്ളത്. മെയിൻ വഴി പോയിക്കൂടെന്നാണ് ഇവിടുത്തെ നിയമം വരുന്നത്. അപ്പം നമ്മൾ ഗ്രാമത്തിൻ്റെ വഴി പോകാമെന്ന് വിചാരിച്ചോ? അവരെന്തായാലും പറഞ്ഞല്ലേ ഗൈസ്. അപ്പം നമ്മൾ പറഞ്ഞ വാക്കിന് വില വേണ്ടേ, അതല്ലേ ഗൈസ് ആണുങ്ങളെ വില. അപ്പം ഇതിലാണ് പോവാം ഗൈസ്. ഇവിടെ നീ വളച്ചെടുക്കാം ഗൈസ്. അപ്പം
വളയ്ക്കാം. എൻ്റെ പൊന്നെ വീട് ഇടിച്ച് ഗൈസ്. ഇവിടെ ആരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ ആരാണ്ടൊക്കെ നിലവിളിക്കുന്നു ഗൈസ്. നിങ്ങൾ സൗണ്ട് കേട്ടോ? നമുക്കാണെങ്കിൽ നേരെ ഗൈസ് അങ്ങോട്ടാന്ന് വെച്ചാൽ ഗൈസ് നമ്മളെ ഡ്രൈവർ സ്റ്റേഷനിലോട്ട് കാണുവാണ് ഗൈസ് നമ്മൾ പോകുന്നത്. അപ്പം സോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റൊണാൾഡോ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഗൈസ്. മെസ്സി ആണെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്ത് വെക്കോ ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് അങ്ങോട്ടാന്ന് വെച്ചാൽ ഗൈസ് നമ്മളെ ഡ്രൈവർ സ്റ്റേഷനിലോട്ട് ഗൈസ് കത്തിച്ച് വിടാം. അവിടെ കുറേ പേര് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. ട്രെയിൻ വന്നില്ല ഗൈസ്. നമുക്ക് വേണ്ടി ആരും വെയിറ്റ് ചെയ്തില്ല ഗൈസ്. എന്തായാലും ഗൈസ് നമുക്ക് നിങ്ങളുടെ മുന്നിലോട്ട് പോവാം ഗൈസ്. ഇന്ന് ട്രെയിൻ വരും ഗൈസ്. ഇത്രയും നേരം ഇനി ഇവിടെ ഡിലേ ആക്കി നിർത്തണം ഗൈസ്. ഇനി അവിടുത്തെ സ്റ്റാൻഡ് വരെ നല്ലത് കേൾക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല ഗൈസ്. വിധിച്ചത് വിധി പോലെ നമ്മൾ ഏറ്റെടുക്കുക ഗൈസ്. ഇവരടുത്ത് വല്ല ടൈമും ഇല്ല ചോദിച്ചു നോക്കുക ഗൈസ്. ഇവിടെ ടൈം കൊണ്ട് എഴുതി വെക്കുമല്ലേ. എൻ്റെ പൊന്നെ ഇവിടെ ടൈമും ഇല്ല ഗൈസ്. ഇവിടുത്തെ ഡിസ്പ്ലേ ഒക്കെ അടിച്ച് പോയി. എന്തുവാടേ ചേച്ചി ഇപ്പോൾ എത്ര മണിയായി കാണും? നിന്റെ ഫോൺ ഉണ്ട് എന്നാ എടുത്തു നോക്ക്. എനിക്കൊന്നും വയ്യ പറഞ്ഞുതരാം. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു വാച്ച് പോലും ഇല്ല. ഓക്കെ ശരി ചേച്ചി. ഗൈസ് ഇവരടുത്ത് എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ ഗൈസ് ഇവർക്ക് ജാട ഗൈസ്. അപ്പുറത്തേക്കുന്ന ചേട്ടൻ്റെ ചോദിക്കുക. ചേട്ടന്മാരെ എപ്പോഴും നമുക്ക് ഉപയോഗിക്കത്തുള്ളൂ. ചേട്ടാ ഇപ്പൊ എത്ര മണിയായി കാണും? ബെസ്റ്റ് ചേട്ടൻ എന്താന്ന് പറഞ്ഞാ പിന്നെ ട്രെയിൻ കാത്തിരിക്കുന്ന സമയം അറിയാതെ ഗൈസ്. ഇവിടുത്തെ എല്ലാവർക്കും കിളി പോയാണ്ട് കിടക്കുകയാണ് കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ് ഇവിടെ ആയിരിക്കും ടൈം ഒന്നും അറിഞ്ഞൂടാ ഗൈസ്. കുറേ നേരം ഇവിടെ ഡിലേ ആവുന്നു ഗൈസ്. എനിക്കാണെങ്കിൽ പേടിയാവുന്നു. അവിടുത്തെ വല്ലൊരു അടി കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമുക്കാണെങ്കിൽ ഇവിടെ കുറേ നേരം ഡിലേ ആയതുകൊണ്ട് തന്നെ ഗൈസ് എവിടെന്നെങ്കിലും ഒക്കെ അടി വരാൻ നല്ല രീതിക്ക് ചാൻസ് ഉണ്ട് ഗൈസ്. ഉറപ്പാണ്. നമ്മളവിടെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് കയറുമ്പോഴത്തേക്ക് പൂര തെറി വിളിയായിരിക്കും ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് ഇവിടെ ആയിട്ട് വല്ലതും നിർത്തിയിടാം ഗൈസ്. ട്രെയിൻ വന്നെന്നാണ് എൻ്റെ പോനെ ഗൈസ്. ട്രെയിൻ എന്തായാലും വന്നു ഗൈസ്. ഇവർക്കൊക്കെ ഒന്ന് നേരത്തെ വന്നൂടെ? ആ ചേട്ടാ ചേച്ചി പെട്ടെന്ന് കയറി, അല്ലെങ്കിൽ എനിക്ക് അവിടുന്നെങ്കിലും കടി വരും. ആ ഗൈസ് എല്ലാവരും കയറിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും രക്ഷപ്പെട്ടു ഗൈസ്. ഇവിടുന്ന് എല്ലാവരും എല്ലാം കയറി ഗൈസ്. എന്തായാലും അടി ഉറപ്പാണ്. അത് വേറെ കാര്യം ഗൈസ്. ഇപ്പോൾ എത്ര മണിയാണെന്ന് എനിക്കൊരു ഇതിനകത്ത് വാച്ച് ഉണ്ടല്ലോ ഗൈസ്. ഇപ്പം 9 മണിയായിട്ടുണ്ട് ഗൈസ്. അപ്പം 10 മണിക്കുള്ളിൽ മറ്റേ സിറ്റി കയറണം. അതാണ് ഗൈസ് നമ്മളെ ലക്ഷ്യം. 10 മണിക്കുള്ളിൽ മറ്റേ സിറ്റി കയറണം. അല്ലെങ്കിൽ ഗൈസ് എവിടെന്നെങ്കിലും അടി വരും. നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൽ കയറേണ്ടുള്ളത് 11 മണിക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 9 മണിയായിട്ടുണ്ട് ഗൈസ്. ഇനി 2 ഹവർ ഉണ്ട് ഗൈസ്. എല്ലാവരും കയറ്റി ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നൊരു 1 മണിയൊക്കെ ആവും ഗൈസ്. അപ്പോൾ ഉച്ചയും കാര്യങ്ങളൊക്കെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. നമുക്ക് പെട്രോൾ പമ്പിലൊന്ന് നിർത്തിയിടേണ്ടിയുണ്ട് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് പയ്യെ പോവാം ഗൈസ്. അപ്പം പയ്യെ പോയിക്കൂടത്. എൻ്റെ പൊന്നെ ഒരാളെ വണ്ടി ചെന്ന് ഇടിച്ച് കയറ്റി. അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഗൈസ്. അയാൾ പഴകൊന്നും പറഞ്ഞില്ല ഗൈസ്. നമ്മൾ നേരത്തെ കണ്ട ലംബോർഗിനി അല്ലേ ഗൈസ്. നമ്മളെ മുമ്പിൽ എപ്പോഴും ഇനി ലംബോർഗിനി ആയിരിക്കും ഗൈസ്. നമ്മളെ ലംബോർഗിനി ആലോചിച്ചോടൊക്കെയാണെങ്കിൽ ലംബോർഗിനി നമ്മളെ മുമ്പിൽ വരത്തുള്ളൂ. ഇനി ഇവിടുന്ന് വളച്ച് കയറ്റിയിടാം ഗൈസ്. പെട്രോൾ പമ്പിൽ നിന്ന് വലിയ ആൾക്കാരൊന്നും ഇല്ല ഗൈസ്. നമുക്ക് കാറ്റൊന്നും ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എയർ ചെക്ക് ചെയ്യണം. പിന്നെ ഗ്ലാസ് ഒന്ന് മുറുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബ്രേക്ക് ഇതാക്കാനുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. നമുക്കാണെങ്കിൽ നേരെ എങ്ങോട്ടാന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ അപ്പുറത്തെ സിറ്റിയിലോട്ട് നാളെ പോകണം. നമ്മളെ അപ്പുറത്തെ സിറ്റി എന്ന് വെച്ചാൽ ദുബായിയുടെ എരലച്ചൻ്റെ മോനാണ് ഗൈസ് നമ്മളെ അപ്പുറത്തെ സിറ്റി കാണാൻ വരുന്നത് ഗൈസ്. അത് അവിടെ പോവുകയാണെങ്കിൽ ഗൈസ് എനിക്ക് ദുബായ് നല്ല രീതിക്ക് ഓർമ്മ വരും. അവിടെ ആണെങ്കിൽ അതൊക്കെ ഉണ്ട് ഗൈസ്. എന്താണ് കുത്തമ്പിനാറല്ല ഗൈസ്, ബുർജ് ഖലീഫയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ പയ്യെ പോവാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒട്ടും നമ്മൾ സ്പീഡിൽ പോകണം ഗൈസ്. ഇയാൾ എന്താണ് ഗൈസ് അതിലേക്ക് കയറി പോകുന്ന? ഗൈസ് അയാളെന്ന് എനിക്ക് നല്ലത് കേട്ടിട്ടുണ്ട് ഗൈസ്. അയാൾ പറഞ്ഞു എന്താ അതിലേക്കൂടെ പോകുന്നതെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് അതിലേക്കൂടെ പോകുന്നതിൻ്റെ കാരണമെന്ന് അയാൾ നമുക്ക് നല്ല രീതിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ പൊന്നെ എൻ്റെ ചെവി. എയർപോർട്ട് എനിക്കാണെങ്കിൽ ഇപ്പം ഫ്ലൈറ്റിങ്ങാനും വരും. 12 മണിക്ക് ഫ്ലൈറ്റ് വരൂടാ. പെട്ടെന്ന് പോടാ. ഇപ്പൊ 10 മണി ആയില്ലോടാ. പെട്ടെന്ന് പോടാ. എനിക്ക് പേടിയാവുന്നടാ. പ്ലെയിൻ പോയാ ആദ്യത്തെ തന്നെ പ്ലെയിനിൽ യാത്രയാണ്. എന്റെ ജോലി പോകൂടാ. ചേട്ടാ ഒരു 9 മണിയാകുമ്പോ അവിടെ എത്തും. രാത്രിയോ? ഞാനിന്ന് എന്താ ഇവിടെ വേറെ വല്ല ബസ്സും ഉണ്ടാണോ ഇവിടെ നിന്ന് പെട്ടെന്ന് പോവാൻ? കൊള്ളാം ഗൈസ്. എല്ലാണത്തിനും നമ്മളെ ബസ് ഇരിക്കുന്ന എല്ലാണത്തിനും വട്ട് തന്നെ. വട്ടാണോ ഭ്രാന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. ഇയാൾ എന്തൊരു പൊട്ടൻട്രീ വിശ്വസിച്ച് 9 മണിയാന്നൊക്കെ പറയുമ്പോൾ ഇയാൾ വിശ്വസിച്ച് ഗൈസ്. ആദ്യമായിട്ട് എയർപോർട്ടിൽ പോകുന്നവനല്ലേ, അതുകൊണ്ടായിരിക്കും ഗൈസ്. പാവം. ഇത് ടൂറിസ്റ്റ് ബസ്സും അല്ല ചേച്ചി. ഇത് നിങ്ങൾ പറയുമ്പോൾ നിർത്താൻ. ഇതെന്ന് വെച്ചാൽ പ്രൈവറ്റ് ബസ്സാണ് ചേച്ചി. അപ്പം ഞങ്ങൾ സ്റ്റോപ്പുകളുണ്ട് ചേച്ചി. അതറിഞ്ഞിട്ട് കയറണം ഇനി മുതൽ. അപ്പൊ ഇവിടെ നീ നിർത്തത്തില്ലേ? ഞാൻ കൊണ്ടുപോയി കേസ് കൊടുക്കും ചെറുക്ക. ഞാൻ പറഞ്ഞെടുത്ത് നിർത്തിയില്ലെങ്കിലും എന്നെ എനിക്ക് അറിഞ്ഞൂടാ അങ്ങോട്ട്. പക്ഷെ ഏതാണ്ടൊരു അമ്മൂമ്മ ഗൈസ് എന്നെ ബാക്കി ഇരുന്നു ഗൈസ്. എന്താണ്ടൊക്കെ പറയുന്നു ഗൈസ്.
അവർക്ക് ബിരിയാണി മേടിക്കാൻ വേണ്ടി ഞാൻ നിർത്തി കൊടുക്കണമെന്ന് ഗൈസ്. ഇപ്പം തന്നെ സമയം 10 മണിയായി. ഇനിയാണ് ഗൈസ് അവരെ ഇതാക്കാൻ പോകുന്നത്. എത്ര പേരാണെന്നറിയോ ഗൈസ് ബസ്സിൽ ഇരിക്കുന്ന ജോലിക്ക് വേണ്ടി. അപ്പം അവരെ സമയത്ത് കൊണ്ടെത്തിച്ചില്ലെങ്കിൽ ഗൈസ് സർക്കാരിന് വല്ല പരാതിയും കൊടുത്താൽ ഗൈസ് തീർന്ന്. ഗൈസ് അതൊക്കെ പോട്ട് ഗൈസ്. എന്തായാലും ഗൈസ് നമുക്ക് പയ്യെ അങ്ങോട്ട് പോവാം. ഇവിടെ ഗൈസ് നമ്മൾക്ക് കൂറ്റൻ കെട്ടിടത്തിൻ്റെ അവിടെയാണ് ഗൈസ് നമുക്ക് നിർത്തേണ്ടുള്ളത്. അതൊരു മുട്ടൻ കെട്ടിടമാണ് ഗൈസ്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെയാണ് ഗൈസ് നീ നിർത്തേണ്ടുള്ളത്. ചേച്ചി ബിരിയാണി മേടിക്കാനുള്ളതൊക്കെ ബിരിയാണി മേടിച്ചിട്ട് പെട്ടെന്ന് വന്ന് വണ്ടി ഇരുന്നു. ഇറങ്ങിപ്പോയി മോനെ. അതെങ്ങനെ അവരെപ്പോഴും ഇറങ്ങിപ്പോയി? നീ അവളെ നിർത്തിയില്ലായിരുന്ന ബ്ലോക്കിൽ. അപ്പൊ അവര് ചാടിയും ഇറങ്ങി ഗൈസ്. അവരിങ്ങളൊക്കെ പോയി ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ പാർട്ട് 2 ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.